11:45 തുടങ്ങണ കല്യാണത്തിന് കറക്റ്റ് 12:30 തന്നെ അവിടുത്തെ എന്തൊരു കൃത്യനിഷ്ഠതയുള്ള ആൾക്കാരാണല്ലേ ഞങ്ങൾ. അത് ഞാൻ തന്നെ ഒരു വട്ടം ഓർത്തു പോയിട്ടോ. ഇന്നത്തെ കല്യാണം ലെവൻഡേയിൽ വെച്ചാണ്. മുത്തൂസ് കാറ്ററിംഗ് തന്നെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ അതിനുള്ളിൽ കയറി ആദ്യം ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കയറിയ സമയത്ത് തന്നെ ഇവർ മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. മുത്തൂസ് കാറ്ററിംഗ് ആയതുകൊണ്ട് നമുക്ക് പേടിയില്ലല്ലോ ഫുഡിൽ. ആദ്യം തന്നെ പോപ്കോണും ഗുലാബ് ജാമുനും ഉള്ളിടത്തൊക്കെ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ കഴിച്ചത് ബിരിയാണി ആയിരുന്നു. ബിരിയാണി അടിപൊളി ബിരിയാണി. എനിക്ക് ഇവരിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ബിരിയാണി തന്നെയാണ് കേട്ടോ. അങ്ങനെ അത് വട്ടം ഒരു 2 വട്ടമൊക്കെ ഇട്ട് കഴിച്ചതിന് ശേഷം ഇവിടെ ലൈവായിട്ട് നെയ്പ്പത്തിലും പൊറാട്ടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നേരെ ഓടി വന്ന് ഇവിടുന്ന് എടുത്തതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് ഇങ്ങനത്തെ വീഡിയോസ് എടുത്തു. ഇവന് പിന്നെ തീറ്റയോട് തീറ്റ, എന്ത് ഗുലാബ് ജാമുന് ഭയങ്കര തീറ്റയായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മുടെ മുത്തക്കാക്ക് ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെ ഓരോന്ന് എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിന് ശേഷം പാൽക്കോവ അങ്ങനെ എന്തൊരു സംഭവം കഴിച്ചു. ഇവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ചിരിച്ച് കളിച്ച് ടാറ്റൊക്കെ ഇപ്പം തന്നെ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഹാളിൽ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ കണ്ടിരുന്നപ്പോഴാണ് ബ്രദേഴ്സ് വന്ന് ഐസ്ക്രീം തന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര നല്ല അടിപൊളി ബ്രദേഴ്സ് ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഐസ്ക്രീം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത്രേ ഉള്ളൂ.